ജീവിത തിരക്കുകൾക്കിടയിലും അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ ഓസ്ട്രേലിയക്കാർ. അതിനായി അവർ ചെറിയ ചെറിയ ആഘോഷങ്ങൾ സംഘടിപ്പിക്കും. അത്തരം ആഘോഷങ്ങളിലേക്ക് ക്യാമറ വയ്ക്കുകയാണ് ഓസ്ട്രേലിയയിലെ 24 വാർത്താ സംഘം. ഓസ്ട്രേലിയയിലെ ഈ അവധി ദിന കാഴ്ചകളോടെ ഇന്നത്തെ പ്രൈം ടൈം പൂർണ്ണമാകുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്ന വേളയാണ്, ജാഗ്രതയൊക്കെ പാലിക്കുക. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലെ പെർത്തിലുള്ള ആർഡ്രോസ് എന്ന സ്ട്രീറ്റിലാണ്. ഇവിടെ വരാൻ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. എൻ്റെ പിന്നിലേക്ക് നോക്കിയാൽ കാണാം നിറയെ പൂത്തു നിൽക്കുന്ന ജക്രാണ്ടകൾ. നമ്മുടെ നാട്ടിലുമുണ്ട്, മൂന്നാറിലും മറ്റും ജക്രാണ്ടകൾ ഇഷ്ടംപോലെ പല നിറത്തിലും പല വർണ്ണങ്ങളിലുമൊക്കെ ഉണ്ട്. പക്ഷേ ഏതിനും എപ്പോഴും എന്തിനും ആഘോഷങ്ങളാക്കുന്ന വെള്ളക്കാരുടെ ഇടയിലേക്ക് അവർക്കിന്ന് ഒരു ആഘോഷത്തിൻ്റെ ദിവസമാണ്. നമ്മളിപ്പോൾ പോകുന്നത് ജാക്കറാണ്ട ഫെസ്റ്റിവൽ കാണാനാണ്. ഇവിടെ വസന്തകാലമായതോടെ ജാക്കറാണ്ട പൂത്ത് കുലുങ്ങി പുഷ്പിച്ച് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം, ഇവിടുത്തെ ആൾക്കാർ ജാക്കറാണ്ട ഒരു ഫെസ്റ്റിവലായി തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് തന്നെ ജാക്കറാണ്ട ഫെസ്റ്റിവൽ എന്നാണ്. നമ്മളത് കാണാനാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സ്റ്റോൾസും ഒരു വലിയ സെലിബ്രേഷനായിട്ടാണ് ഇവരിത് ആഘോഷിക്കുന്നത്. നോക്കുമ്പോൾ തന്നെ കാണാം ഇഷ്ടംപോലെ ആൾക്കാർ, ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നു കയറുന്നു. ഈ ഒരു സീസൺ ആഘോഷിക്കാനായിട്ട് അനേകം ജനങ്ങൾ ഇവിടെ എത്തുന്നു. 100-ൽ പരം സ്റ്റോളുകൾ ഇവിടെയുണ്ട്, ബിയർ പാർലേഴ്സ്, റെസ്റ്റോറൻറ്റുകൾ. അങ്ങനെ ഈ ഒരു സമയം അവർ പൂർണ്ണമായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ ജാക്കറാണ്ട പൂക്കുന്നത് ഒരു അധ്യയന വർഷത്തിൻ്റെ സമാപനമായാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിലും ഗുൽമോഹർ പൂക്കുന്നത് വേനലവധി കാലത്താണല്ലോ. ഗുൽമോഹറിൻ്റെ കളർ എന്ന് പറയുന്നത് വിപ്ലവത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒക്കെ നിറമായ ചുവപ്പാണ്. എന്നാൽ ജക്കാർന്ത എന്ന് പറയുന്നത് അറിവിൻ്റെയും പുനർജന്മത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായ പർപ്പിൾ നിറമാണ്. 200 വർഷങ്ങൾക്ക് മുൻപ് സൗത്ത് അമേരിക്കയിൽ നിന്ന് വിരുന്നെത്തിയ ഈ ജക്കാർന്ത പൂക്കൾ ഇന്ന് ഓസ്ട്രേലിയയിലെ പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ സുലഭമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ന്യൂസ് ഓസ്ട്രേലിയ.